Tandoori chicken biryani half. Tandoori chicken biryani half. Okay. തണുത്തിട്ടാ? നാട്ടിലെത്തിയ ശേഷം ഫാമിലീൻ്റെ കൂടെയുള്ള ആദ്യത്തെ യാത്രയാണ്. ഇന്ന് ഒരുപാട് പരിപാടികൾ പ്ലാനിങ്ങിലുണ്ട്. അപ്പം നാട്ടിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല കേട്ടോ. റോഡ് പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് ഒരുവിധം എല്ലായിടത്തും ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പലയിടത്തും പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് കാലിക്കറ്റ്, അതായത് കോഴിക്കോടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്ക്. ശരത്തേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ക്യാമറ പിടിച്ചു തരുന്നത് ശരത്തേട്ടൻ്റെ അച്ഛനാണ്. അപ്പോൾ അതാ നോക്കൂ, വണ്ടി കയറിയാൽ മതി അപ്പോഴേക്ക് രണ്ടാളും നല്ല ഉറക്കമായി. അൻഷു ആണെങ്കിലും ആമി ആണെങ്കിലും വണ്ടി കയറേണ്ട താമസമേ ഉള്ളൂ. പുറത്തെ കാഴ്ചകളെന്ന് പറയാൻ ഇപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമായിരുന്നു. വണ്ടി കയറിയ അപ്പം ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അൻഷുവും ആമിയും പുറത്തെ കാഴ്ചകളൊന്നും കാണാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആദ്യം നമ്മൾ എത്തിയത് കല്യാൺ ജ്വല്ലേഴ്സിലേക്കാണ്. ഇന്ന് ഒക്ടോബർ 21. എനിക്ക് 1 വയസ്സ് കൂടി കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കെട്ടിയവൻ്റെ വക ഒരു ഗിഫ്റ്റ്, ഇഷ്ടപ്പെട്ട റിങ് നോക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ കിട്ടിയ ചാൻസ് അല്ലേ, കുറേ എണ്ണം എടുത്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ. അങ്ങനെ ഒരുപാട് എണ്ണം ട്രൈ ചെയ്ത് അവസാനം ഞാൻ ഈ കാണുന്ന റിങ് എടുത്തു. എനിക്ക് സിമ്പിളായിട്ട് തോന്നും വേണം, പക്ഷേ ലൂസായി കിടക്കും വേണം. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാവരും നമ്മളോട് ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരുപാട് നേരം നമുക്ക് വേണ്ടിയിട്ട് മാറി എല്ലാ കളക്ഷൻസും കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കായിരുന്നു. എവിടെ എസ്കലേറ്റർ കണ്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ മുങ്ങിയിട്ട് വേഗം സ്റ്റെയറും തപ്പി നടക്കാറാണ് അമ്മ ചെയ്യാറുള്ളത്. അപ്പോൾ ശരത്തേട്ടൻ്റെ കൂടെ ആകുമ്പോൾ ശരത്തേട്ടൻ അങ്ങനെ വിടൂലല്ലോ. ശരത്തേട്ടൻ പറഞ്ഞു, എന്നെ വിശ്വസിക്കുക അമ്മയെന്നും പറഞ്ഞിട്ട് അമ്മയുടെ കൈയും പിടിച്ച് എസ്കലേറ്ററിൽ കയറി അങ്ങനെ പോവാണ്. അൻഷു ആമിയാണെങ്കിൽ എൻ്റെ കൂടെ വന്നു. ഇടയ്ക്കിടയ്ക്ക് കയറുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പേടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ധൈര്യമായിട്ട് ആൾ വരാറുണ്ട്, വിളിക്കുമ്പോഴേക്കും കൈ തരാറുണ്ട്. ആദ്യമായിരുന്നു നമ്മൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അയ്യോ വേണ്ട എന്നും പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കാറുള്ളത്. ഇപ്പോൾ കുറച്ചൊക്കെ പേടി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടക്കുന്ന സമയത്താണ് അൻഷു മാമി ഈ വണ്ടി കണ്ടപ്പോൾ വാശി പിടിച്ചത്, രണ്ടാൾക്കും കയറിയിരിക്കണമെന്ന്. എന്നാൽ ശരി, ഓക്കെ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും കയറിയിരുന്ന്, രണ്ടാളും സെൽഫ് ഡ്രൈവിംഗ് അല്ല, നമുക്ക് റിമോട്ട് കൺട്രോളിൽ വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുകയാണ്. മോളിൻ്റെ അകത്ത് തേരാപ്പാര നടക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ചിരി പെട്ടെന്ന് കണ്ടു. എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫൗണ്ടേഷനാണ് വേണ്ടത്. അപ്പോൾ 3 കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കുകയും വേണം, പെട്ടെന്ന് സ്കിന്നിലേക്ക് ബ്ലെൻഡായി കിട്ടുകയും വേണം, എന്നാൽ ഓവറായിട്ട് തോന്നുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാമല്ലോ, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ ഇരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മാരേജ് വരുന്നുണ്ട്, അതിലേക്കുള്ള ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളാണ് ഇതെല്ലാം. അപ്പം ഫേസിൻ്റെ 1 സൈഡ് ആയിട്ടാണ് അവർ അപ്ലൈ ചെയ്തത്. ആദ്യം പ്രൈമർ അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെയാണ് ഫൗണ്ടേഷൻ ഇട്ടത്. എനിക്ക് കണ്ടപ്പോൾ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇതെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പ്രൈമറും വാങ്ങിച്ചു, ഫൗണ്ടേഷനും വാങ്ങിച്ചു. പിന്നെ നേരെ പോയത് ഫുഡ് വാങ്ങിക്കാനാണ്. അപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ അമ്മ അരിഭക്ഷണമൊന്നും കഴിക്കാറില്ല, വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്താ കിട്ടുക എന്നുള്ളത് തപ്പി നടക്കുകയായിരുന്നു. അരി ഐറ്റംസ് വേണ്ട, ചപ്പാത്തി പൂരിയാണ്, പൂരി ഭാജി ചപ്പാത്തി ഫിഷ് കറി. അമ്മ
ചപ്പാത്തി വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞു എന്നാൽ ശരി ഞാനും അതന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും അച്ഛനും ചപ്പാത്തിയാണ് വാങ്ങിച്ച് കഴിച്ചത്. ഞാനും ശരത്തായിരുന്നു വെറൈറ്റി തപ്പി നടക്കുകയായിരുന്നു. ഗാനയിൽ നിന്ന് വരുമ്പോൾ ഇട്ട പ്ലാനിങ് ആയിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യണം എന്നുള്ളത്. പക്ഷെ എത്ര തന്നെ നമ്മൾ വെറൈറ്റി തപ്പി കഴിഞ്ഞാലും അവസാനം എത്തിച്ചേരുക ബിരിയാണി കണ്ടാൽ പിന്നെ ബിരിയാണിയിലേക്കാണ്. 20-ന് നാട്ടിലെത്തി, 21-ന് ബർത്ത്ഡേ. അപ്പോൾ 21-നാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു മുഖത്ത് നിങ്ങൾക്ക് ക്ഷീണം കാണാൻ കഴിയുന്നത് അത് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ്. അങ്ങനെ നമ്മളിതാ ഇന്ന് ചിക്കൻ ബിരിയാണി വെച്ച് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ അമ്മിളി മനസ്സിലായത്. എന്താ പറ്റി? കുളിര് പോരുന്ന ബിരിയാണി എന്നാണോ എന്താ പറയണ്ടല്ലോ, ഹൈദരാബാദിയാണ്. എരിഞ്ഞ അണ്ടം കത്തുന്നുണ്ട്. ബാക്കിയാണ് ഫുഡ്, ബാക്കി വെക്കാൻ പാടില്ല. പക്ഷെ വേറെ നിവർത്തിയില്ല നമുക്ക്. ബിരിയാണി കഴിച്ച ക്ഷീണം ഞങ്ങൾ തീർത്തത് ഫലൂദ വാങ്ങിയിട്ടാണ്. ഫലൂദ കഴിച്ചപ്പോഴാണ് ഈശ്വര ഒന്നൊരു ആശ്വാസം കിട്ടിയത്. തണുപ്പായതുകൊണ്ട് തന്നെ അച്ഛൻ ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം അച്ഛാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കായിരുന്നു. തണുത്തിട്ടാ ഫുഡ് കഷ്ടപ്പെട്ടാണ് തീർത്തതെങ്കിലും ഐസ്ക്രീം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടായിരുന്നു തീർത്തത്. ഇനിയിപ്പോൾ എത്ര തന്നെ ഐസ്ക്രീം കിട്ടുകയാണെങ്കിലും ഇതുപോലെ ഞങ്ങൾ കഴിച്ചു തീർക്കാൻ റെഡി ആയിരുന്നു. അപ്പോൾ വളരെ രസമായിരുന്നു ഇന്നത്തെ ദിവസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ വളരെ അടിപൊളിയായിരുന്നു, ഇഷ്ടമായി. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുകൂട്ടാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.